ഹായ് ഗൈസ്, എല്ലാവർക്കും ഓൺ ഫുഡ് ട്രാവലിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ടീസൈഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ടീസൈഡ് യൂണിവേഴ്സിറ്റിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണിക്കാനാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി എൻ്റെ വൈഫ് പഠിക്കുന്നത് ടീസൈഡ് യൂണിവേഴ്സിറ്റിയിലാണ്. വൈഫിന് ടീസൈഡ് യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, ലൈബ്രറിയിലേക്ക്. അപ്പം അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം എന്നുള്ള രീതിയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കോഴ്സിനെ കുറിച്ച് പറയാനാണല്ലോ കേട്ടോ. അവിടുത്തെ ബിൽഡിങ്സും അതേപോലത്തെ അവിടുത്തെ ഭംഗി, യൂണിവേഴ്സിറ്റി ഭംഗി നിങ്ങളെ കാണിക്കാനുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ കണ്ടാൽ മതി. ഇത് ഒരു ചർച്ചാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. അവിടെ ആരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. എന്തോ ഒരു ഹോളെന്നൊക്കെ എഴുതിയിരിക്കുന്നു. പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇത് എന്തെങ്കിലും സാമ്യമുണ്ടോ? നമ്മുടെ നാട്ടിലത്തെ ഏതെങ്കിലും പോകുമാതിരി സാമ്യമുണ്ടോ? അത് സാമ്യമുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പറയാത്തന്നെ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇത് ദാറുൽ ഇസ്ലാം മുസ്ലിം പള്ളിയാണ്, സെൻട്രൽ മസ്ജിദാണ്. നമ്മൾ ഇവിടെയാണ് പ്രേയറിനൊക്കെ പോകാറുള്ളത്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം അടച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ടീസൈഡ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പുതിയ ബിൽഡിംഗ് വന്നിട്ടുള്ളത്, ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ടീസൈഡ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു എൻട്രൻസ്. ഇതല്ല മെയിൻ എൻട്രൻസ്. പോകുന്നത് എൻ്റെ വൈഫാട്ടോ. പോകുന്നത് കണ്ടില്ലേ, പെങ്കിന് പോകണമായില്ലേ. പെങ്കിൻ കണ്ട, പെങ്കിൻ നോക്കുന്നത്. നല്ല തണുപ്പുണ്ടെന്ന്. ഇന്നല്ല, എല്ലാ ദിവസവും തണുപ്പ് തന്നെയാണ്. ഇന്നിപ്പോൾ 5 ഡിഗ്രിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് സൗണ്ടിൻ്റെ എഫക്റ്റ് ഇതിൽ കാറ്റിൻ്റെ സൗണ്ടും കേൾക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല കാറ്റടിക്കുന്നുണ്ട്, തണുത്ത കാറ്റ്. അപ്പോൾ അതുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് ടീസൈഡ് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു കഫേയാണിത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫുള്ള് ഇല പൊഴിഞ്ഞ് ആകെ കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ. ഈ നേരെ കാണുന്ന ബിൽഡിങ്ങാണ് ദ കർവ് ബിൽഡിംഗ്. അതേപോലെ തന്നെ ആ ലെഫ്റ്റിൽ കാണുന്ന ബിൽഡിങ്ങാണ് ആ നേരെ കാണുന്ന ലൈബ്രറി വരുന്നത്. ഈ ബിൽഡിങ് സ്റ്റുഡൻറ്റ് യൂണിയനാണ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ടും ഇവിടെ കോണ്ടാക്ട് ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ടീസൈഡ് യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇനി പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒക്കെ ഇവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ക്ലിയർ ചെയ്ത് തരും. അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ഈ മൊത്തത്തിലൊന്ന് ശ്രദ്ധിച്ചു നോക്കും. യൂണിവേഴ്സിറ്റിൻ്റെ ഏരിയ മൊത്തം ഒരു വൃത്തികേടും ഇല്ല. ആരും വൃത്തികേടാക്കാനും നിൽക്കില്ല. ഇനി ആരെങ്കിലും തന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ക്ലീൻ ചെയ്യാൻ അതിനുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നീറ്റായിട്ടുള്ള ഇതിൽ കൊണ്ടെടുക്കും യൂണിവേഴ്സിറ്റി. ഭയങ്കര ഭംഗിയുണ്ട് കാണാനല്ലേ. എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ എവിടെ നിന്നോ വെട്ടിക്കൊടുന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, സപ്പോർട്ടൊക്കെ ചെയ്തിട്ട്. സംഭവം ഒറിജിനലാട്ടോ. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കലൊക്കെ ഉണ്ട്. അതേപോലെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ടാവും ക്രിസ്മസിൻ്റെ ടൈം, ന്യൂ ഇയറിൻ്റെ സമയത്ത്, ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ. ഏകദേശം ടീസൈഡ് യൂണിവേഴ്സിറ്റി ഏകദേശം ഒരു 3-4 മണിക്കൂർ കണ്ടു തീർക്കാവുന്ന വലിപ്പമുണ്ട് എല്ലാ ഭാഗം കൂടെ. പിന്നെ ഈ ഏരിയയിൽ മുമ്പ് ഞങ്ങൾ ഈ നേരെ കാണുന്ന ആ ഭാഗത്ത് ഞാൻ, മോള്, വൈഫ് കൂടെ ഞങ്ങൾ ചെറി പൊട്ടിച്ച് കഴിച്ചിരുന്നു. ചെറിയൊരു ചെറി ഉണ്ടായിരുന്നു മരത്തിന്മേൽ. അങ്ങനെ അവിടെ പോയി അവിടെ ഇരുന്ന് അതിമേന്ന് പൊട്ടിച്ച് കഴിച്ചിരുന്നു. ചില സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാറുണ്ടായിരുന്നു വൈകിട്ടൊക്കെ. തന്നെ ആ സമയത്തൊക്കെ പകൽ കൂടുതലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഒരു 3 മണിയാകുമ്പോഴത്തേനും ഇരുട്ടായി തുടങ്ങും. ഇപ്പോൾ
ഇപ്പോൾ പകൽ കുറവായതുകൊണ്ട് തന്നെ ഒരു സുഖം കിട്ടില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഒരു ഏകദേശം ഒരു 7 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ പകൽ കിട്ടുമ്പോൾ നമുക്ക് പകൽ തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ലേ, അപ്പോൾ അത് ചെയ്യാൻ പറ്റാതായി മാറും. കാരണം രാത്രിയൊക്കെ ഡ്യൂട്ടിക്ക് പോയി വരുന്ന ആൾക്കാർ പകൽ കുറച്ചൊക്കെ എടുക്കും, പിന്നെ അവർ എണീക്കുമ്പോൾ ഇട്ടായിട്ടുണ്ടാവും. അതാണ് അവസ്ഥ. എൻ്റെ അവസ്ഥ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് 8 മണിക്ക് വന്ന് ഇറങ്ങി വീട്ടിലെത്തി 9 മണി, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്ന് പിന്നെ നോക്കുമ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പകൽ നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നില്ല ഈ സമയത്ത്. വീഡിയോയിൽ കാണുന്ന പോലെ ജിം സെൻ്ററാണ് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം ജിമ്മ് അടച്ചിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലോക്ക്ഡൗണിന് ശേഷം ഓപ്പൺ ചെയ്തിരുന്നു, പിന്നെ സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നതിന് ശേഷം പിന്നെയും ക്ലോസ്ഡ് ആക്കി. ഇനി എപ്പോഴോ ഓപ്പൺ ആവുന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഫുട്ബോൾ പ്രാന്തന്മാരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ മലപ്പുറത്തുകാരൊക്കെ ആണെങ്കിൽ, മലപ്പുറത്തുകാരെന്നല്ല കേരളക്കാരും പൊതുവെ ഫുട്ബോൾ കളിക്കാരാണ്. അപ്പോൾ അവർക്കൊന്നും ഇവിടെ ഒരു കളി മുടങ്ങുമൊന്നുമില്ല. പക്ഷെ തണുപ്പ് മാത്രം നോക്കിയാൽ മതി. തണുപ്പത്ത് കളിക്കാൻ പറ്റുമോ നോക്കിയാൽ. പക്ഷേ കളിപ്രാന്തുള്ള ആൾക്കാരും ഇപ്പോൾ ഏത് തണുപ്പായാലും ഏത് ചൂടായാലും കളിക്കുന്ന ആൾക്കാരാണ്. ഗ്രൗണ്ട് തോന്നുന്നില്ല. സെവൻസ് കളിക്കണ്ടോ കോർട്ടുണ്ടോ? സെവൻസ് കളിക്കണ്ടാവെന്ന് അറിയില്ല, സാധ്യത കുറവാണ്. കാരണം യൂണിവേഴ്സിറ്റി അല്ലേ, എല്ലാ പ്ലേയേഴ്സൊക്കെ ഉണ്ടാവും ചിലപ്പം. പിന്നെ ഈ സാധനം ചെയ്ത് നോക്കിയതാണ്, പക്ഷേ ഒറ്റക്കായതുകൊണ്ട് വിചാരിച്ചത്ര ശരിയായില്ല. കാരണം വൈഫ് തണുത്ത് കുറച്ച് ലൈബ്രറീൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ ഈ കാണുന്നതാണ് ലൈബ്രറീൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഏകദേശം 4 ഫ്ലോറുണ്ട് ലൈബ്രറിക്ക്. ഞാനൊരു പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു ലൈബ്രറിയിൽ, ഞാനും മോളും വൈഫും കൂടെ ഒരുമിച്ച്. പക്ഷേ അങ്ങനെ കയറാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ആ സമയത്ത് എൻ്റെ അടുത്ത് കാർഡ് ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി, അതായത് സ്റ്റാഫ് കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ലോക്ക്ഡൗണിൻ്റെ മുന്നേ ഞാനിവിടെ വർക്ക് ചെയ്തിരുന്നു കഫേയിൽ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കഫേയിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ലോക്ക്ഡൗൺ പ്രമാണിച്ച് പിന്നെ അവർ ക്ലോസ് ചെയ്തു, പിന്നെ തുറന്നില്ല, പിന്നെ അങ്ങനെ പോയി. പിന്നെയാണ് വേറെ ജോബിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ആ കാർഡ്, സ്റ്റാഫ് കാർഡ് ഉപയോഗിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫെസിലിറ്റി കേട്ടോ, ഒരു രക്ഷയില്ല. ഒരുപാട് കമ്പ്യൂട്ടർ, ഓരോരുത്തർക്ക് യൂസ് ചെയ്യാനുള്ള കമ്പ്യൂട്ടേഴ്സ് ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ബുക്സിൻ്റെ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് കൊള്ളാം. നല്ല ഒരു ഫെസിലിറ്റി ഉണ്ട് അതിനുള്ളിൽ. എന്തായാലും ഇതാണ് ലൈബ്രറീൻ്റെ മുൻവശം. ഇവിടെ ഇത് ട്രീ ആണ്. ഇത് എന്താ പറയുക, ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ച് കാണിഞ്ഞു. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ എങ്ങനെയായാലും ഇല ഉണ്ടാവില്ല. അപ്പം കട്ട് ചെയ്ത് വെച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ് ഇല ഉണ്ടാവുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പാക്കി അവർ ചെയ്യും. ഈ നേരെ മുന്നിൽ കാണുന്നത് ഈ സൈഡ് യൂണിവേഴ്സിറ്റി ഒരു ഗാലറി രൂപത്തിലുള്ള സംഭവം. അവിടെ ചെറിയ സ്ക്രീൻ കണ്ടോ നിങ്ങൾ? ഇത് കറക്റ്റ് മുൻവശം ലൈബ്രറീൻ്റെ പക്കാ മുൻവശം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കർവ് ബിൽഡിങ്. ഈ ഭാഗത്ത് തന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കൊറോണ ആയതുകൊണ്ട് സമയത്ത് ഇപ്പോൾ അങ്ങനെ അധികം ആൾക്കാർ ഇരിക്കണില്ല. ഇരിക്കുകയാണെങ്കിൽ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടൊക്കെ ഇരിക്കുള്ളൂ. ഒരു ബെഞ്ചിൽ ഒരാൾ, അങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്. ആ സ്ക്രീന് കണ്ടോ നിങ്ങൾ? ഈ സൈഡ് യൂണിവേഴ്സിറ്റിൻ്റെ ഓരോ ഇതൊക്കെ വരുന്ന സ്ക്രീന്. അവിടെ ഒരു ചെറിയ ഗാലറി പോലെ രൂപത്തിലുണ്ട്. അവിടെ എന്താ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്, പുല്ലൊക്കെ വെച്ചിട്ടുണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടെ സീറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, ആരും അങ്ങനെ കുറവാണ് ഇരിക്കില്ല. കാരണം തണുപ്പായതുകൊണ്ട് അവിടെ പോയി ഇങ്ങനെ, ഇവിടുത്തെ ആൾക്കാർക്ക് പ്രശ്നമില്ല. കാരണം അവരുടെ ശരീരം അതിനോട് യോജിച്ചു, ഇവിടുത്തെ തണുപ്പിനോട്. നമ്മളെ ആൾക്കാർക്കാണ് കുറച്ച് പ്രശ്നം. പക്ഷെ എന്നാലും ഇരിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ മാപ്പ്, ഇതിൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ ഫുൾ മാപ്പ് വരുന്നത്. ആ മാപ്പിൻ്റെ ബാക്കിൽ കാണുന്ന ബിൽഡിങ് ഇതാണ് സ്റ്റുഡൻറ്റ് ലൈഫ്. ഫസ്റ്റ് വരുന്ന സ്റ്റുഡൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ, എന്തെങ്കിലും എൻക്വയറിയും ഫീസിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലയിൻസ് അല്ല കേട്ടോ,
കംപ്ലയിൻസ് ആണെങ്കിൽ പറയാം, പക്ഷേ കംപ്ലയിൻസ് സ്റ്റുഡൻറ്റ് യൂണിയനിലാണ് മെയിനായിട്ട്. അങ്ങനത്തെ ഫീസിൻ്റെ കാര്യങ്ങളും കോഴ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്തെങ്കിലും പറയുന്നത് ഈ സ്റ്റുഡൻറ്റ് യൂണിയനിൽ, സ്റ്റുഡൻറ്റ് യൂണിയനല്ല, സ്റ്റുഡൻറ്റ് ലൈഫിൽ വെച്ചിട്ടാണ്. പിന്നെ ആ വലിയ ബിൽഡിംഗ് ഉണ്ടല്ലേ, അതിലാണ് ലാബ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ടീച്ചർ യൂണിവേഴ്സിറ്റി എല്ലാ കോഴ്സിൻ്റെ ലാബ് അതിലാണ് വരുന്നത്. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. കാരണം വൈഫ് ഒക്കെ ലാബ് ചെയ്യാൻ അതിലൊക്കെ പോയിട്ടുള്ളത്. അതേപോലെ എൻ്റെ ഫ്രണ്ട് മെക്കാനിക്കൽ, അവന് ലാബ് ചെയ്യാൻ അതിലൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാത്തിനും അതായിരിക്കണം എന്നാണ്, അറിയില്ല. This one. Small apples. No, they're not. Yeah, look like it's apples there. സത്യം പറഞ്ഞാൽ അവരെന്നെ ആദ്യമായിട്ട് കാണുന്ന രൂപത്തിലാണ്. അപ്പോൾ കണ്ട ഉടനെ അവരെന്താ പറഞ്ഞത്, സ്മോൾ ആപ്പിളാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ മുമ്പേ കണ്ടിരുന്നു. കാരണം ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ബസ് ഇറങ്ങി നടന്ന് വരുന്ന ടീച്ചറിൻ്റെ ഉള്ളിലൂടെയാണ് വരില്ല. അപ്പോൾ ഞാനിതേപോലെ ഒരു പ്രാവശ്യം പൊട്ടിച്ച് 1-2 പ്രാവശ്യം പൊട്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വൈഫൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ അധികം ആൾക്കാർക്കും അറിയില്ല ഈ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നൊന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒന്നാമത്തത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആരും അധികം യൂണിവേഴ്സിറ്റിയിലേക്ക് വരാറില്ല. അതുമാത്രമല്ല, പൊതുവെ ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല, ഇതൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാറില്ല. കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് വിൻ്ററില്ല, സമ്മർ സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ ചെറിയ ഐറ്റംസ് ഉണ്ടായിരുന്നു, പല ഐറ്റംസ് ചെറിയ. ഞാൻ ഇതേപോലെ ഒരു പാകിസ്ഥാനി വീട്ടിൽ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വൈഫ് ഫ്രണ്ടൊക്കെ കൂടി പോകുന്ന സമയത്ത് കണ്ടപ്പോൾ ഞാൻ ഒരു പൊട്ടിക്കെട്ട് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ ആ പൊട്ടിച്ചുള്ളൂ, അവർക്ക് കയറാൻ ആളില്ലായിട്ടായിരുന്നു. അങ്ങനെ ഒന്നും നോക്കിയില്ല, കയറി പൊട്ടിച്ചു. ഒരുപാട് പൊട്ടിച്ചു, 2 കവർ നിറച്ചും വീട്ടിലേക്ക് കൊണ്ടുപോയി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെറി. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കലും ഇതൊക്കെ. അപ്പം ഇവിടെ അങ്ങനെ ഈ സാധനങ്ങൾ പറിച്ച് തിന്നണതിനും അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സമ്മർ സമയത്ത് റാസ്ബെറി ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, അതിൻ്റെ സൈഡിൽ റാസ്ബെറി ചെറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിടിച്ച്. സത്യം പറഞ്ഞാൽ അതൊന്നും അവിടെയുള്ള ആരും ഇതേപോലെ മലയാളീസ് ആരും കണ്ടിട്ടില്ല. ഞങ്ങൾ പൊട്ടിച്ച് കൊണ്ടുപോയി കൊടുത്തപ്പോഴാണ് അവർക്ക് അറിയുന്നത്. കാരണം നമുക്ക് ഇങ്ങനെ പോയി പറിക്കണതും ഇങ്ങനെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ അവിടെ പറിക്കണതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ റാസ്ബെറി കുറേ പറിച്ചു. അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഇതിനോട് കൂടെ വെക്കുന്നുണ്ട്, റാസ്ബെറിൻ്റെ ചെറിൻ്റെ ഫോട്ടോ ഒക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഒരു എന്താ പറയുക, ഒരു രസം. അല്ലാതെ ഇപ്പം എല്ലാവരുടെ കാര്യമില്ല കേട്ടോ, പലർക്കും പല ആഗ്രഹങ്ങളാണ്, പല ചെയ്യണതൊക്കെ ഓരോരുത്തർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുറേ നേരത്തെ വീഡിയോ എടുക്കലിന് ശേഷം വൈഫ് ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ അവളെ കൊണ്ട് ഞാൻ ഈ വീഡിയോ എടുപ്പിച്ചു, ഈ ആപ്പിൾ പറിക്കുന്നത്. ശരിക്കും ആപ്പിൾ സ്മോൾ ആപ്പിൾ എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളു പക്ഷേ അങ്ങനെ ഉണ്ടാവും, അതേപോലെ ഉണ്ട്. ഞാനത് കട്ട് ചെയ്ത് ചെറിയൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഞാനിതിൻ്റെ ലാസ്റ്റ് ഇടാം, അപ്പോൾ നിങ്ങൾ നോക്കിക്കോളും. പിന്നെ ഈ കാണുന്നത് അത് നല്ല കേട്ടോ, എന്താ പറയുക, ഈ ആപ്പിളോ അല്ലെങ്കിൽ ചെറിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഒരു കായാണ്, നോർമൽ കായ. പക്ഷേ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇവിടുത്തെ എന്ത് ശ്രദ്ധിച്ചാലും വേണ്ടില്ല, ഒരു ചെറിയ പുല്ലാണെങ്കിലും ഒരു കാട്ടുപുല്ല്. ഇവിടെയൊക്കെ ആ സമ്മർ സമയത്ത് ഒരുപാട് എന്താ പറയുക, ഒരുപാട് പുല്ലിൻ്റെ ഇടയിൽ ഒരുപാട് ചെറിയ ചെറിയ പൂവുകളുണ്ടായിരുന്നു. അതിന് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വെറൈറ്റി പൂവോ അല്ലെങ്കിൽ വെറൈറ്റി ഒരു തയ്യോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെടിയോ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ അപ്പോൾ ഞാൻ മൊബൈൽ എടുത്തിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. അങ്ങനെ എടുത്ത ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ആ വീഡിയോസ് എന്തെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഈ വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആക്കിയിട്ടോ അങ്ങനെ ആക്കിയിട്ടോ ഇടാം. അങ്ങനെ എന്തെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനുള്ളിൽ നിന്ന് ഇപ്പോൾ ഒരാൾ പറഞ്ഞു നോക്കിക്കോളൂ കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നത്. അതിനപ്പുറത്തുണ്ട്, ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ 2 പക്ഷികൾ ഇനി പുതിയ കൂടെ പോകും, നോക്കിക്കോളി. അയാലും ഞാനിങ്ങനെ വന്ന സമയത്ത് എന്നെ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അപ്പം ഞാൻ അങ്ങോട്ട് നടന്നു നോക്കി.
ഞാൻ നോ എൻട്രി എഴുതിയത് ഞാൻ അങ്ങോട്ട് നടക്കണ്ട, അങ്ങോട്ടല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് നോ എൻട്രി എന്നുള്ള ഒരു നോ എൻട്രിയാണ്. ഞാൻ അത് കണ്ടിട്ട് ആരും നോ എൻട്രിയിലേക്ക് കടന്നെന്ന് വിചാരിക്കണ്ട. ഇവിടെ നോക്കൂ, ഇതൊക്കെ എന്താ പറയുക, ഇത് ചെറിയൊരു ഒരു ചെടിയാണ്, പക്ഷെ അത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗി. ഇതൊക്കെ ഇവിടെ വിൻ്റർ സമയമാകുമ്പോൾ ഇല പൊഴിയും. ഞാൻ ഇട്ടിരുന്ന വീഡിയോ ഇട്ടതിലൊക്കെ ഈ ഇതുണ്ട്, ഇല പൊഴിയും എന്നുള്ള. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. കാരണം ഇല പൊഴിയും ഇൻ UK എന്നുള്ളൊരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു, അതിലുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉള്ളൂ, നല്ല കാറ്റാകുമ്പോൾ അതൊക്കെ കൂടെ പെട്ടെന്ന് ഇല പൊഴിഞ്ഞ് പെട്ടെന്ന് പോകും. അന്ന് ഇവിടെ നിന്നാണ് ഞാൻ 1 മിനിറ്റ് വീഡിയോ എടുത്തത്. ഒരു ബേഡ്സിൻ്റെ പറക്കുന്ന വീഡിയോ ഇല്ലായിരുന്നു, അത് ഇവിടെ നിന്ന് എടുത്തിരുന്നത്. എപ്പോഴൊന്നും ഉണ്ടാവില്ല, ഏതെങ്കിലും സമയത്ത് ഇതേപോലെ ഇങ്ങനെ ഒരുപാട് കിളികൾ വന്ന് നിൽക്കും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും. ഇന്നാൾ ഇതേപോലെ ഒരു പ്രാവിൻ്റെ ഉണ്ടായിരുന്നു. ഒരുപാട് എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ആൾക്കാർ കുറച്ചിങ്ങനെ ഫുഡ് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടിട്ട് കൊടുക്കും. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രാവോ അല്ലെങ്കിൽ ഇതേപോലത്തെ കിളികളൊക്കെ വന്ന് എത്തുന്നു. ഈ യൂണിവേഴ്സിറ്റിൻ്റെ 2-3 ബിൽഡിങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവൾക്ക് കുറേ നേരം പുറത്തിരുന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. നമുക്ക് വേണമെങ്കിൽ സൈക്കിളൊക്കെ എടുത്തിട്ട് കറങ്ങാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. സൈക്കിളിന് പ്രശ്നമൊന്നുമില്ല, വേറെ വണ്ടികൾക്ക് കുഴപ്പം. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് സ്റ്റുഡൻറ്റ് ലൈഫ് ബിൽഡിങ്. ഇവിടെയാണ് ഞാൻ മുമ്പ് വർക്ക് ചെയ്തത്. ഇവിടുത്തെ കഫേയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. വർക്ക് ചെയ്ത കഥയൊന്നും പറയണ്ട. കയറി 3 ആഴ്ച ആയപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ആയി. യൂണിവേഴ്സിറ്റി അടച്ചു. പൊതുവെ അടച്ചപ്പോൾ കഫേ അടച്ചു. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല, പിന്നെ ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ പുതിയതായിട്ട് UK വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. എനിക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഹൗസ് റെൻറ്റിന് എടുക്കണതും അവിടുത്തെ ബില്ലിൻ്റെത്, അതായത് ബില്ല് ഇൻക്ലൂഡ് അല്ലെങ്കിൽ ബില്ല് എത്ര വരും, അത് ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല്, പിന്നെ അഥവാ ഇൻ്റർനെറ്റ്, അതേപോലെ തന്നെ മന്ത്ലി എക്സ്പെൻസ്, ഫുഡിൻ്റെ എക്സ്പെൻസ്, അല്ലാതെ എക്സ്പെൻസ്, അങ്ങനത്തെ എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അതൊക്കെ വേണമെങ്കിൽ എന്നോട് ചോദിക്കുക. ഈ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ കാണാം. ആപ്പിൾ കട്ട് ചെയ്ത് മുഹമ്മദ് ഷാഹിദ്. അസ്സലാമു അലൈക്കും. ചെറിയ ആപ്പിൾ. ഞാനിപ്പോൾ വീട്ടിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. വീട്ടിലെത്തി. ഇതാണ് നമ്മളെ വീട്. കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് കണ്ടു നോക്കാം, അപ്പം മനസ്സിലാവും. എന്തെങ്കിലും കട്ട് ചെയ്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഗൂഗിൾ കണ്ടോ. അതേപോലെ തന്നെ എല്ലാതെയും കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. പണ്ടതിൻ്റെ കുരുവൊക്കെ നിങ്ങൾ കണ്ടോ? ശരിക്കും ആപ്പിളിൻ്റെ അതേപോലെ തന്നെ കുരു അതേപോലെ ഉണ്ട്.
ആ ഒരു ഷേപ്പ് നോക്കും ഇതിൻ്റെ.